അടുത്തൊരു ഇലക്ഷൻ കോൺഗ്രസ് തന്നെ ഭരിക്കും. അതിന് ഒരു മാറ്റമുള്ള കാര്യമല്ല. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ചീറ്റിപ്പോയതിന്റെ തെളിവാണ് അവിടുത്തെ കസേരകളിൽ ഇരിക്കുന്ന ആളില്ലാതിരുന്നത്. എല്ലാ ദിവസവും വന്ന് ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞ ഇതിന്റെ വിലപേശലാണോ? അത് സർക്കാർ സംവിധാനത്തിന്റെ തോൽവിയാണ്. ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന SNDP യോഗത്തിന്റെ വെള്ളപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ പൈസ ഉള്ളവൻ ഇടുമ്പോൾ ബെർമുടയും അല്ലാത്തവരും ഇടുമ്പോൾ അണ്ടർവെയർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സമൂഹമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി. അപ്പൊ ഏറ്റവും വലിയ തോൽവിയല്ലേ ഇത്? ഇത് ആർക്ക് കൊടുത്തുന്നുള്ള ലിസ്റ്റ് പോലും പുറത്തുവിടാത്ത എന്താണ് വിതരണമായിട്ട് ഇപ്പോഴും വാടക വീട് അന്വേഷിച്ചും തെരുവിലും അലഞ്ഞു നടക്കുന്നു. അതുപോലെ തന്നെ പുരുഷൻ നീതി കിട്ടണ്ടേ? ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് അന്ന രാജുവാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മൈൻഡിലേക്ക് വരുന്നൊരു കാര്യം ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓട്ടോ ഡ്രൈവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓട്ടോ ഡ്രൈവറായിട്ട് വന്നതിൽ ആദ്യത്തെ ആള് ചേച്ചിയാണ്. ചേച്ചി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി അതിനുശേഷം ഓട്ടോ ഡ്രൈവറായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെ ആരും നിലവിൽ ഇപ്പം വന്നിട്ടില്ല. വരാൻ സാധ്യതയുണ്ട്. ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ചേച്ചിയാണ് ആദ്യത്തെ ഓട്ടോ ഡ്രൈവറായിട്ട് ഉള്ള ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ജോലി ഓട്ടോ ഡ്രൈവർ ആകാനുള്ളൊരു തീരുമാനം എടുത്തത്? സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സമൂഹമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് നേരത്തെ മുതൽ വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു തൊഴില് മറ്റാരുടെയും കീഴിൽ പോയി നിന്ന് വേറെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ജീവിച്ചു പോവുക, നമ്മുടെ കാര്യങ്ങൾ നടക്കുക, അതൊരു നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കറിയാവുന്നൊരു ജോലി ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അത് എത്താൻ വേണ്ടി കുറേ റിസ്ക് എടുത്തു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 വർഷം ആകുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സർജറികൾ കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരു ദിവസം വയ്യെങ്കിൽ പോലും നമുക്ക് പോയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ആ ജോലി. ഇപ്പം കുറച്ച് വൈകി ഓടിക്കാം, അല്ലെങ്കിൽ കുറച്ച് രാവിലെ തന്നെ പോകാം. ഇത് നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ പോയി നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എല്ലാം നോക്കി പോകാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ആരുടെയും കീഴിൽ പോകേണ്ട കാര്യമില്ല, സ്വന്തം കാര്യം തന്നെ നോക്കാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൽ തന്നെ പറഞ്ഞിരുന്നു ചില സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുപോലെയുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നമ്മുടെ സർക്കാർ യഥാർത്ഥത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ 2 സർജറികളുടെ റീഫണ്ട് കിട്ടി എന്നുള്ളൊരു കാര്യമല്ലാതെ ഇപ്പൊ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെയധികം കഷ്ടപ്പെട്ട് ഇതിനെല്ലാത്തിനും നമുക്കൊരു സർജറി വേണമെങ്കിൽ അതിനും പല രീതിയിൽ വേണം നമ്മൾ കണ്ടെത്താൻ. കടം മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്താണ് പലരും സർജറികളിലേക്ക് എത്തുന്നത്. സ്വന്തമായിട്ടൊരു തൊഴിൽ പലർക്കും ഏതെങ്കിലും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ സിമ്പിളായിട്ട്. ഞാൻ 1 വർഷമായിട്ട് വനിതാ വികസന കോർപ്പറേഷന് ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ലോൺ ഞാനിപ്പോൾ ഈ വണ്ടി മേടിച്ചിരിക്കുന്നത് എൻ്റെ വണ്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്ത് എനിക്ക് ഫിനാൻസ് കിട്ടാതെ വേറെ ആളുടെ പേരിലാണ് ഞാൻ എടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നാളെ മനുഷ്യരുടെ കാര്യമാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അയാളെ വണ്ടി കൊണ്ടുപോയാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇതൊക്കെ ഞാൻ നമ്മുടെ ജില്ലാ ബോർഡുകളുണ്ട്, ട്രാൻസ്ലേഷൻ ബോർഡുണ്ട്, ജില്ലാ ബോർഡുണ്ട്, സംസ്ഥാന ബോർഡുണ്ട്, ഇവരൊക്കെ അറിയിച്ചു. അപ്പോൾ ഇതിനകത്തൊന്നും ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നത് ഇതിൻ്റെ മുൻകാലങ്ങളിൽ കുറേ പേർക്ക് ലോൺ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ലോൺ കൊടുത്തവരുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തുവിടും. ഈ ലോൺ കൊടുത്തവരുടെ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ട് തിരിച്ചടയ്ക്കാത്ത ആരൊക്കെയാണോ അവരൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നോക്കാം. അവരുടെ പോയി ലോൺ തിരിച്ചടയ്ക്കാൻ പറയാം. ഒരാൾ കാരണം മറ്റുള്ള ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യണം എന്ന് പറഞ്ഞ മുന്നോട്ട് വരുന്ന ആളുകളെ അവർ ലോൺ അടയ്ക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോൺ തരാത്തതെന്ന് പറഞ്ഞൊരു സർക്കാർ സംവിധാനം പറയുന്നത് ഏറ്റവും വലിയ തോൽവിയല്ലേ ഇത്? അതെ. ഇത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അവരടയ്ക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ആ ലോൺ തരാത്തത്. ഇപ്പൊ ഒരാള് ലോൺ അടച്ചില്ല പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളിലുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കുറെ ഫണ്ട് നീക്കി വെച്ചിരുന്ന കുറെ ബഡ്ജറ്റുകളിൽ പറയുന്ന കേൾക്കാം. അപ്പൊ ആ ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നത്? ഇത് ആർക്ക് കൊടുത്തുന്നുള്ള ലിസ്റ്റ് പോലും പുറത്തുവിടാത്ത എന്താണ് വിതരണമായിട്ട്? സാമൂഹ്യ നീതി വകുപ്പിന്റെ വഴിയോ അല്ലാതെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി ബോർഡുകളുണ്ട്, ജില്ലാ ബോർഡ്, സംസ്ഥാന ബോർഡുണ്ട്. ഞാൻ അവരോട് വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഈ ലിസ്റ്റ് പുറത്തു വിടും. ഇത് ആർക്കൊക്കെ ഇത് അർഹതപ്പെട്ടവർക്കാണോ കൊടുത്തത്, അതെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ കൊടി പിടിക്കാൻ പോകുന്നവർക്കാണോ കൊടുത്തതെന്ന് അറിയണം. ഞാൻ ആ ഒരു രീതി തന്നെ ചോദിച്ചു, നിങ്ങൾ ആർക്കാ കൊടുത്തത്? ഇവിടെ ആരൊക്കെ എന്തൊക്കെ സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്? ഈ സംരംഭങ്ങൾ തുടങ്ങിയാൽ അത് വിജയിപ്പിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഓട്ടോ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് അറിയാവുന്ന ഒരു തൊഴിലാണ്. പിന്നെ അതിൽ എന്തായാലും പട്ടിണിയില്ലാതെ ജീവിച്ചു പോകാം എന്ന് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ ഒരാൾ വെറുതെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു എന്ന് പറയുമ്പോഴേക്കും അന്നാ നിങ്ങൾക്ക് പാർലർ തുടങ്ങാൻ
35,000 അല്ലെ 50,000 എന്ന് പറഞ്ഞു കൊടുത്താൽ അതൊന്നെങ്കിൽ തുടങ്ങണം. നമ്മൾ ഏതെങ്കിലും തൊഴിലിലേക്ക് പോയാൽ അത് വിജയത്തിലെത്തിക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാനത് തിരഞ്ഞെടുത്തത്. അല്ലാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിനൊപ്പം മാത്രം അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് കുറച്ച് ഞങ്ങൾ പൈസ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ഈ ലോണിന്റെ പേരിലാക്കി ബാക്കി ജീവിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നതിനോട് വിയോജിപ്പ് തന്നെയാണ്. അത് സർക്കാർ സംവിധാനത്തിന്റെ തോൽവിയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇപ്പോൾ BJP ആണെങ്കിലും മറ്റൊരു പാർട്ടിയായിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പാർട്ടികളിലും അവർ പറയുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി LGBTQ കമ്മ്യൂണിറ്റി എപ്പോഴും ചേർത്ത് നിർത്തും, അവർക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് പറയുന്ന പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതെല്ലാം തന്നെ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടോ? മിക്ക സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു പ്രഖ്യാപനങ്ങളിൽ മാത്രം പോരാ, അത് പ്രാവർത്തികവും കൂടി ആക്കി കൊടുക്കുക. ഇപ്പൊ ആ വകുപ്പിന്റെ കീഴിലാണെങ്കിലും പല കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും ആളുകൾ ന്യൂനപക്ഷങ്ങളായ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എത്ര പേർക്ക് ഇപ്പൊ സർക്കാർ 10ാമത്തെ വർഷമാണ്, എത്ര ആളുകൾ ഇപ്പോഴും വാടക വീട് അന്വേഷിച്ചും തെരുവിലും അലഞ്ഞു നടക്കുന്നു. ഒരു സർക്കാർ സംവിധാനത്തിൽ എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി സാധാരണക്കാർക്ക് എത്ര കമ്മ്യൂണിറ്റിക്ക് ഒരാൾക്കാണ് എറണാകുളം ജില്ലയിൽ വീട് കൊടുത്തിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളിൽ കുറെ ഫണ്ട് അനുവദിച്ചു, അവർക്ക് അത് കൊടുത്തു പ്രഖ്യാപനം മാത്രം പോരാ, പ്രാവർത്തികമാക്കി കാണിച്ചിട്ട് പറയുവാണെങ്കിൽ അതിനൊരു വിലയുണ്ടാകും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ പല ഫണ്ടുകളും നീക്കി വെക്കുന്നുണ്ട്. അതിലിപ്പം വയനാട് പുനരധിവാസമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ഫണ്ട് അവർ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല. ഇത് ഇപ്പോ ചേച്ചി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതി അല്ലെങ്കിൽ അവർ ഈ ഒരു പണമൊക്കെ മുക്കി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പോക്കറ്റ് നിറക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണോ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മള് മാസപ്പടി വിവാദങ്ങളടക്കം എന്തെല്ലാം കാര്യങ്ങള് സർക്കാരിന്റെ ഒരേ കൊള്ളരുതായ്മകള് മൂടി വെക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ഇനിയിപ്പോ UDFന്റെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, വയനാട് പുനരധിവാസം അടക്കം ഫ്ലോപ്പിൽ കിടക്കുമ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഒരു യുവനടിക്ക് മാത്രം മതിയോ നീതി? അല്ലെങ്കിൽ അവർക്ക് വയനാട് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി, ഇതൊന്നും സർക്കാരിന്റെ കണ്ണിലില്ല. ആകെ മൊത്തം ഒരു രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ്? വാ തുറന്ന് സംസാരിക്കുന്നവരെ എന്തായാലും കൂട്ടിലടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പറയും ഞാൻ UDFനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് UDFന് വേണ്ടി സംസാരിക്കും. അതിനകത്ത് ന്യായമുണ്ടോ നീതി ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീക്ക് നീതി കിട്ടണം ഞാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല. അതുപോലെ തന്നെ പുരുഷന് നീതി കിട്ടണ്ടേ? സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം എല്ലാം പുരുഷന്മാരുടെ മേളിൽ കയറി ചൊറിയാനുള്ളതായിരിക്കണോ? തുല്യ നീതി വേണ്ടെന്ന് ഞാൻ തുല്യ നീതി എന്ന് പറഞ്ഞ് പുരുഷന് കിട്ടുന്ന സ്വാതന്ത്ര്യം സ്ത്രീ അടിച്ചമർത്താനോ സ്ത്രീക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും പുരുഷനെ അടിച്ചമർത്താനോ അല്ല. ഇത്രയും കഴിവും അല്ലെങ്കിൽ ഒരു യുവനടി എന്ന് പറയുന്ന ഒരാള് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞ ഇതെന്താ വിലപേശലാണോ? ഇത് രാഷ്ട്രീയ മുതലെടുപ്പാന്ന് ആർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലായില്ലേ? എന്നിട്ടും ഇപ്പോഴും സർക്കാരിന് മനസ്സിലായിട്ടില്ല. ആ ഒരു സ്ത്രീക്ക് മാത്രം നീതി മതി. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്താത്തത് കൊണ്ടല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു രീതിയിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ തെറ്റുകാരനായി അല്ലെങ്കിൽ രാഹുൽ അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം രാഹുൽ ഇതുവരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതല്ലേ? ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി കസേരയിലിരിക്കുന്ന MLA കസേരയിൽ എത്ര പേര് ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടും അവർക്കെതിരെ എന്ത് നടപടി? ഈ ഭരണ കക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെതിരെ അവര് നടപടി എടുത്തോ? അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നിന്ന സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുത്തോ? ഇല്ല. പിന്നെ അവർക്ക് മറ്റൊരാളുടെ അവനവനെ മുറ്റടിച്ചിട്ട് വേണ്ടേ മറ്റുള്ളവരെ മുറ്റടിക്കാൻ പോകാൻ? അതെ. അപ്പോൾ ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ പീക്ക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇപ്പൊ 10 വർഷം തികഞ്ഞു നിൽക്കുന്ന പിണറായി സർക്കാരെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന കേരള ജനതയ്ക്ക് ഒരു സമാധാനത്തിന്റെ പൊൻതൂവൽ എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു കോൺഗ്രസിന്റെ വളർച്ച ഇത്രയും നാളെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഉള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം വളരെയധികം ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയും വീണ്ടും പിണറായി സർക്കാർ തന്നെ രംഗത്ത് വരും അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമെന്നുള്ളൊരു ആ ഒരു കിംവദന്തികൾ ഇപ്പോൾ പടർന്നു തുടങ്ങിയിട്ടില്ലേ? എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമില്ല. ആളുകൾ ഈ 10 കൊല്ലം കൂടി അനുഭവിക്കാൻ ബാക്കി ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം മകൾക്കെതിരെ മാസപ്പടി കേസ് വന്നു, അതിനെതിരെ നടപടി എടുത്തു. ഈ സാധാരണ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഈ പിണറായി സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടാക്കിയ വിവാദങ്ങളും എല്ലാം ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ളൊരു ഇതാണ്. സാധാരണക്കാർക്ക് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് റേഷൻ കട വഴി സാധാരണ ആളുകൾക്ക് കിട്ടുന്ന മാവ് എന്തെങ്കിലും കൊടുത്തു. ആ ഒരു സമയത്ത് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയവുമായിട്ട് പോയി. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ചാനലിൽ ചർച്ച വന്നോ? ഇവിടെ അവർക്ക് അരി കിട്ടിയില്ല, പഞ്ചസാര കിട്ടിയില്ല, കിറ്റ് കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞ് വന്നായിരുന്നോ? ഇല്ല. കിറ്റ് കൊടുത്ത് മേടിച്ച ഭരണമാണല്ലോ ഇത്, അല്ലേ?
അപ്പൊ പിന്നെ ഇതിനകത്ത് കൂടുതൽ നമ്മൾ എന്ത് പറയാൻ, അതിനകത്ത് കോൺഗ്രസ് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല. അടുത്തൊരു ഇലക്ഷൻ കോൺഗ്രസ് തന്നെ ഭരിക്കും, അതിന് ഒരു മാറ്റമുള്ള കാര്യമല്ല. എന്തായാലും ആളുകൾ ഈ 10 കൊല്ലം അനുഭവിച്ചിട്ട് ഇനി വീണ്ടും ഒരു 5 കൊല്ലം കൂടി ഞങ്ങൾ അനുഭവിച്ച് നോക്കാമെന്നും പറഞ്ഞ് പൊതുസമൂഹം മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ, അല്ലെങ്കിൽ ആര് നേതാവാകണം, അല്ലെങ്കിൽ ഇനി ഒരു അധികാരത്തിൽ ഒരു തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ ആര് നേതാവാകണം എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങൾ, പടലപ്പിണക്കങ്ങളാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ എല്ലാ മേഖലയിലും ഇല്ലേ. ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ ഭയങ്കര എന്താ പറയാ കരുത്തുറ്റൊരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. എന്തുകൊണ്ട് അദ്ദേഹം ഇരുന്നപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു ലെവലിലേക്ക് മാറ്റിയിട്ട് ഈ പറയുന്ന പിണറായി സഖാവ് എന്തിനു മുഖ്യമന്ത്രിയായിട്ടിരുന്നു? അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടില്ലേ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പൊട്ടലും ചീരലൊക്കെ ഉണ്ടാകും. അത് മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരാണോ അവർ മുന്നോട്ട് വരണം. ഇപ്പൊ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അന്ന് VS അച്യുതാനന്ദനെ കാണിച്ചുകൊണ്ട് വോട്ട് പിടിച്ചിട്ട് പിന്നീട് അവർ സൈഡിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിമർശനം പിണറായി വിജയനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴും നല്ല കുറെ നാളുകളായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ അതിനിടയ്ക്ക് വന്ന ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ കാണിച്ചുകൊണ്ട് വോട്ട് പിടിച്ച് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള കിംവദന്തികളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അതിനും സാധ്യതയുണ്ടോ? പിണറായി വിജയൻ എന്തായാലും ഇനി അടുത്ത തവണ അധികാരത്തിൽ വരില്ല എന്നുള്ള 100% സത്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് കണ്ടറിയാലോ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു. ഇപ്പൊ ശബരിമല വിഷയത്തിൽ തന്നെ സ്ത്രീകളെ തിരികെ കയറ്റാൻ വേണ്ടി എന്തെല്ലാം വഴി ഒരുക്കി കൊടുത്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് അയ്യപ്പ സംഗമം നടത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടുത്തെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പറയുന്ന ആളുകൾക്ക്, ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല. അതിനുവേണ്ടി അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഏതെങ്കിലും ശബരിമലയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ രണ്ടുപേർക്കെതിരെ ഏതെങ്കിലും കേസ് എടുക്കും. സർക്കാരിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതാണോ ശരിക്കും സർക്കാരിന്റെ ഉത്തരവാദിത്വം? ശബരിമലയെ പോലെ ഇത്രയും വിശ്വാസികൾ പോകുന്ന ഒരു സ്ഥലത്ത് വിശ്വാസവും എല്ലാവരുടെ ആചാരങ്ങളെല്ലാം ലംഘിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി. ഇതൊക്കെ എന്തിനു വേണ്ടി? നാണം കെട്ട് വീണ്ടും നാണം കെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അത് നടത്തിയിട്ട്? അടുത്ത വിവാദം അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുത്തില്ല ആളുകളുടെ മുന്നില്. പക്ഷേ ഈ ഒരു അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ ഇപ്പൊ ചേച്ചി പറഞ്ഞ പ്രസ്താവനകൾ അല്ലെങ്കിൽ വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ. പക്ഷെ അപ്പോഴും ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് കുറെ നേതാക്കന്മാരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന ആള് പറയണ്ടായിരുന്നു, അമ്പലത്തിൽ പോയി ഈറനോടെ തൊഴാൻ പോകാൻ പറയുന്നത് സ്ത്രീകളുടെ ശരീരം കാണാൻ വേണ്ടിയാണ് എന്ന് വരെ പറഞ്ഞ് വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ പെട്ടെന്ന് അങ്ങോട്ട് മാറിയോ? ഇവര് മറ്റേ പറയും പോലെയാ, പൈസ ഉള്ളവൻ ഇടുമ്പോൾ ബെർമുടയും അല്ലാത്തവരും ഇടുമ്പോൾ അണ്ടർവെയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാ. അവർ അന്നേരം പറയുന്നതെല്ലാം അവർ നല്ല വഴിക്കാണ് പോകുന്നത്. ആചാരലംഘനം അത് നല്ലതായിരുന്നു അന്നേരം കുറെ കാര്യങ്ങൾ. ഇപ്പൊ അയ്യപ്പന് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക, പാദസേവ ചെയ്യുക, കുറെ ദൈവങ്ങളെ ചേർത്ത് നിർത്തുക, എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇപ്പോ അയ്യപ്പ പണ്ട് ശബരിമലയിൽ ഈ പറയുന്നത് പോലെ സ്ത്രീകളെ കയറ്റിയ ഒരു വിഷയം വന്നപ്പോൾ ഇന്നിപ്പോ അതിനെ ന്യായീകരിക്കുന്നത് സ്ത്രീകളെ അന്ന് സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ടാണ് അന്ന് സർക്കാർ അതിൽ നിന്നത്, സർക്കാരിന്റെ പൂർണ്ണ മനസ്സോടെ അല്ല എന്നുള്ള രീതിയിൽ ഇന്നിപ്പോ ചില നേതാക്കന്മാർ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് അതിന്റെ പാപം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്ന് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയാണോ ഇന്നിപ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത്? അല്ല, ഒരിക്കലുമല്ല. വരുന്നൊരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത തവണ അധികാരത്തിൽ കോൺഗ്രസ് വരുമെന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞു, അതിനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നുണ്ട്. ഇപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP-യുമായി ചേർന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് പിടിക്കുമെന്നുള്ള ചില കിംവദന്തികളും പുറത്തു വരുന്നുണ്ട്. അതിപ്പോഴും ചേർന്ന് തന്നെയാണോ നിൽക്കുന്നത്? പല കാര്യങ്ങളിലും BJP-ക്ക് വേണ്ടിയാലോ ഇവിടുത്തെ സർക്കാർ ഓരോ ആളുകൾക്കെതിരെ കേസെടുക്കുന്നു, അവർ രണ്ടുപേരും ഒന്നിച്ച് സമരം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിച്ച് നിന്ന് വോട്ട് പിടിക്കുമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ചുള്ള കളിയാണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത്. അതാണ് ഇപ്പൊ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടി, അതായത് കുറെ ആളുകൾ ഈ BJP അനുഭാവത്തോടെ നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കളിൽ. അപ്പൊ അവരെയും കൂടി ചേർത്ത് നിർത്തി ഇവരെയും കൂട്ടുപിടിച്ച് അടുത്തൊരു ഭരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നടത്തുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. പക്ഷെ അത് ചീറ്റിപ്പോയില്ലേ?
ചീറ്റിപ്പോയതിന്റെ തെളിവാണ് അവിടുത്തെ കസേരകളിൽ ഇരിക്കുന്ന ആളില്ലാതിരുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഒന്നുകൂടി കേരളത്തിൽ നിലയുറപ്പിക്കാനുള്ള അല്ലെങ്കിൽ വളരാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റിയ ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. കാരണം പന്തളത്ത് നടന്ന അയ്യപ്പ സംഘം അല്ലെങ്കിൽ ആ ഒരു സംഗമത്തിന് നമ്മൾ കണ്ടിരുന്ന എത്രയോ ജനങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. കടലോളം ജനങ്ങളായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അതേ സമയത്ത് അയ്യപ്പ സംഘം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ സമയത്ത് ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇപ്പൊ സംഘപരിവാറിന് കേരളത്തിൽ കുറച്ചുകൂടി വളർച്ചയ്ക്ക് കാരണം. തീർച്ചയായിട്ടും ഇപ്പൊ ഇവരോട് കൂടെ നിന്ന് അവർക്ക് വെള്ളം ഒഴിച്ച് വളമിട്ട് കൊടുത്ത് വളർത്തുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് മുന്നോട്ട് ഇറങ്ങി കുറെ എന്താ പറയാ ജാതി പറഞ്ഞു വരുന്ന കുറെ ജാതിക്കാരെ ഇറക്കുന്ന കുറെ നേതാക്കന്മാരെ, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ ഇറക്കിക്കൊണ്ട്, വെള്ളാപ്പള്ളി തന്നെയാണ് ഇവിടെ BDS എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി അതിനെ BJP കൊണ്ടുപോയി ലയിപ്പിച്ച് വെച്ചേക്കുന്ന വ്യക്തി. എന്നിട്ട് മകനെ ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അച്ഛൻ ഇപ്പുറം വന്നിട്ട് ഇവർക്ക് കുട പിടിക്കാൻ നിൽക്കുന്നു. ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന SNDP യോഗത്തിന്റെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി.